ഹായ് ഓൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നും അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നുമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചുകൊണ്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുകയാണ്. ആ ഇക്വേഷൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതാണ് പ്രോബ്ലം. എ കോയിൻ ഈസ് ടോസ്ഡ് 6 ടൈം. ഒരു കോയിന് 6 ടൈംസ് ടോസ് ചെയ്യുകയാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് 4 ഓർ മോർ ഹെഡ്സ്? ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് 4ൽ കൂടുതലോ ഹെഡ്സ് കിട്ടാനുള്ള സാധ്യത ചോദിക്കുന്നത് എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പം ആദ്യം നമ്മൾ ഒരു കോയിൻ, അതായത് ഫസ്റ്റ് ട്രയൽ ചെയ്യുമ്പം എത്ര ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണെന്ന് നമ്മൾ നോക്കണം അല്ലേ. അപ്പോൾ എത്ര ഒരു തവണ കോയിൻ ടോസ് ചെയ്യുമ്പം ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 1/2 ആണ് അല്ലേ, 1/2. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും ഒരു സക്സസ്സും ഒരു ഫെയിലിയറും ഉണ്ടാവും. അതിലെ സക്സസ്സിനെ നമ്മൾ P എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പം ഹെഡ് കിട്ടാനുള്ള ചാൻസ് ആണ് അല്ലേ. അപ്പോൾ ഒരു ഹെഡ് കിട്ടാനുള്ള ചാൻസ് 1/2 ആണ്. അതേപോലെ Q, അതായത് ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്, അവിടെ ഫെയിലിയർ ആവുന്നുണ്ട്. അപ്പോൾ Q എന്തായിരിക്കും? ഈക്വൽ ടു 1 - 1/2 ആണ്. ദെൻ അതെന്താണ്? 1/2. ഓക്കെ, അപ്പം സക്സസ് ആവാനുള്ളത് ചാൻസ് 1/2 ആണ്. ആ ടൈമിൽ ഫെയിൽ സംഭവിക്കാനുള്ള ചാൻസും 1/2 ആണ്. ഇനി നമ്മൾ ആദ്യം നോക്കുന്നത് 4 ഹെഡ് അല്ലേ. ആദ്യം നമ്മൾ നോക്കുന്നത് 4 ഹെഡ്, 4 ഓർ മോർ ഹെഡാണ് ചോദിക്കുന്നത്. ആദ്യം നമ്മൾ 4 ഹെഡ് കിട്ടാനുള്ള ചാൻസ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെ എഴുതും? ദ പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് 4 ഹെഡ്സ്. ദ പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് 4 ഹെഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ജനറൽ ഇക്വേഷൻ PR ഈക്വൽ ടു n കോമ്പിനേഷൻ R ഇൻറ്റു PR ഇൻറ്റു Q റേസ് ടു n-R. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. എന്തൊക്കെ വേണം? n വേണം, R വേണം, P വേണം, Q വേണം അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടണം. ഓക്കെ, n, R, P, Q. അപ്പം Pയും Qയും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ്? 1/2 ആണ്. ദെൻ രണ്ടാമത്തതും 1/2 ആണ്. ഒരു ഹെഡ് കിട്ടാനുള്ള ചാൻസ് ആണ് 1/2 എന്ന് പറയുന്നത്. ഇനി n-ഉം എത്രയാണ്? R-ഉം കിട്ടാനുള്ള ചാൻസ് ആണ്. അപ്പം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കോയിൻ 6 ടൈംസ് ആണ് ടോസ് ചെയ്യുന്നത്. അപ്പം മൊത്തം ആ ട്രയൽ എത്രയാണ്? നമ്പർ ഓഫ് ട്രയൽസ് എത്രയാണ്? 6 ആണ് അല്ലേ. അപ്പോൾ n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ട്രയൽസ് ആണ്, അത് 6. ഇനി R എന്ന് പറയുന്നത് എന്താണ്? കിട്ടാനുള്ള, നമ്മൾ ചെയ്യുന്ന ട്രയലിൽ സക്സസ് ആവാനുള്ള സാധ്യത. അപ്പോൾ നമ്മുടെ സാധ്യത ഇവിടെ 4 ഹെഡാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ R എത്രയാണ്? 4. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനിലേക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം n 6 കോമ്പിനേഷൻ 4 ഇൻറ്റു ഇതിൻ്റെ അർത്ഥം ഇൻറ്റു എന്നാണ്. P റേസ് ടു R ആണ് അല്ലേ. P എന്ന് പറയുന്നത് എത്രയാണ്? അത് ഇങ്ങനെ എഴുതാം ആദ്യം. P റേസ് ടു 4 ഇൻറ്റു Q റേസ് ടു 6 - 4 അല്ലേ. n-4 ആണ്. അപ്പോൾ 6 - 4. ഇതിനെ ഇനി നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 6C റേസ് ടു 4 ഇൻറ്റു P റേസ് ടു 4 ഇൻറ്റു Q റേസ് ടു 2 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം അല്ലേ. ഇത് 6 എന്ന് 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്നാക്കി എഴുതാം. ഇനി നമ്മൾ ഇതിലേക്ക് വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ 6 കോമ്പിനേഷൻ 4 ഇൻറ്റു P എത്രയാണ് വന്നത്? P എന്ന് പറയുന്നത് എത്രയാണ്? 1 ഇൻറ്റു അല്ലേ. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൽ എഴുതാം. ബ്രാക്കറ്റിലിട്ടിട്ട് 1/2 റേസ് ടു 4 ഇൻറ്റു 1/2 റേസ് ടു 2.
ഇങ്ങനെ എഴുതാം അല്ലേ. 1/2 പിയുടെ വാല്യൂ 1/2 ആണ്, ക്യൂയുടെ വാല്യൂ 1/2 ആണ്. ഇനി നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ 6 കോമ്പിനേഷൻ 4 ആണ് വരുന്നത് അല്ലേ. 6 കോമ്പിനേഷൻ 4. അപ്പോൾ നമ്മൾ 6 കോമ്പിനേഷൻ 4 കണ്ടുപിടിക്കുന്നു. 6 കോമ്പിനേഷൻ്റെ ചിഹ്നം ഇവിടെ അവിടെ 6 കോമ്പിനേഷൻ 4 എത്രയാണ്? 15 ഇൻറ്റു 1/2യുടെ 4 മടങ്ങാണ് ചോദിക്കുന്നത്. 1/2 റേസ് ടു 4. അപ്പോൾ 1/2 എത്രയാണ്? 1/2 എന്ന് പറയുന്നത് 1/2 0.5 ആണ്. 0.5 റേസ് ടു 4 എത്ര വരും? 0.062 0.0625 ഇൻറ്റു ദെൻ 1/2 റേസ് ടു 2. അപ്പം 1/2 റേസ് ടു 2 എത്രയാണ് വരിക? 0.25. ആൻസർ എത്രയാണ്? 0.234. ഇതാണ് എന്ത്? 4 ഹെഡ് കിട്ടാനുള്ള ചാൻസ്. ഇനി ഇതേപോലെ നമ്മൾ എന്ത് കിട്ടാം? 4 അതിൽ കൂടുതലോ ഹെഡ് കിട്ടാനുള്ള ചാൻസാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം? അടുത്ത 2 ലെവലും കൂടി നമ്മൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കാം. ഓക്കെ, 6 ടൈംസാണ് നമ്മൾ ടോസ് ചെയ്യണത്. അപ്പോൾ 4 ടൈംസിൽ ഹെഡ് കിട്ടാനുള്ള ചെയ്തു കഴിഞ്ഞു. ഇനി 5 ഹെഡ്സ് കിട്ടാനുള്ളതും 6 ഹെഡ് കിട്ടാനുള്ളതും ചെയ്ത് നോക്കിയാൽ നമുക്ക് മൊത്തം 4ൽ കൂടുതൽ ഹെഡ് കിട്ടാനുള്ള ചാൻസ് കിട്ടും. അപ്പോൾ ഇതേപോലെ ഇനി എന്ത് ചെയ്യുക? 5 ഹെഡ് കിട്ടാനുള്ള ചാൻസ് നോക്കുക. ദെൻ ലാസ്റ്റ് 6 ഹെഡ് കിട്ടാനുള്ള ചാൻസും നോക്കാം. അത് നോക്കാം. അപ്പോൾ 5 ഹെഡ് കിട്ടാനുള്ള ചാൻസിൽ നമ്മൾ ഇവിടെ 6 മാറുന്നു മാത്രമേ ഉള്ളൂ. 4 എന്നുള്ളിടത്ത് എന്താവും? 6 5 ആയി മാറും. ദെൻ ഇക്വേഷനിലോട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. എന്താണ്? 6 കോമ്പിനേഷൻ 5 ആയി മാറും. അപ്പോൾ 6 കോമ്പിനേഷൻ 5 നമുക്ക് കണ്ടുപിടിക്കണം. 6 കോമ്പിനേഷൻ 5. 6 കോമ്പിനേഷൻ 5 എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, 6 ആണ്. 6 കോമ്പിനേഷൻ 5. 6 ഇൻറ്റു 1/2 റേസ് ടു 5. അപ്പോൾ 0.5 റേസ് ടു 5 എത്ര വരും? 0.03125. 0.03125 ഇൻറ്റു 1/2. 1/2 റേസ് ടു 1 ആണ്. അതിനർത്ഥം 0.5 എന്നാണ്. ഈക്വൽ ടു എത്ര വന്നു? 0.094. ഓക്കെ, അപ്പോൾ 5 ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 0.094 ആണ്. ഇതേപോലെ ഇനി 6 ഹെഡ് കിട്ടാനുള്ള ചാൻസ് നോക്കാം. ഓക്കെ, 6 കിട്ടാനുള്ള ചാൻസ് പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് 6 ഹെഡ്സ്. അപ്പം ഇക്വേഷനിലോട്ട് വരുമ്പം n എന്ന് പറയുന്നതും r എന്ന് പറയുന്നതും 6 ആയിട്ട് മാറും, കോമൺ ഈക്വൽ ആയിട്ട് മാറും. ദെൻ p റേസ് ടു 6 ഇൻറ്റു q റേസ് ടു 6 - 6. ഓക്കെ, 6 കോമ്പിനേഷൻ 6 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പോൾ 1 ഇൻറ്റു 1/2 p 1/2 ആയിരിക്കും. 1/2 റേസ് ടു 6 ഇൻറ്റു 1/2 റേസ് ടു 6 - 6 0 ആണ്. അപ്പോൾ ഇതിനെ ഇനി താഴോട്ടേക്ക് എഴുതുമ്പം 1 ഇൻറ്റു എത്രയാണ്? 1/2 റേസ് ടു 6 വരുന്നത് 0.015625 ആണ്. എന്ത്? ഇതിൻ്റെ റേസ് ടു വരുന്നത് ഇൻറ്റു 1/2 റേസ് ടു 0. ഒരിക്കൽ തന്നെ 1/2 റേസ് ടു 0 എന്ന് പറയുന്നത് 0 അല്ല. ഏതൊരു സംഖ്യേനെ 0 കൊണ്ട് റേസ് ടു ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എത്ര ആയിരിക്കും? 1 ആയിരിക്കും അത്. ഓക്കെ, 1. അപ്പം ഈക്വൽസ് ടു എത്ര വരും? 0.0156 എന്ന് എഴുതാം, അല്ലെങ്കിൽ 625 എന്ന് എഴുതാം. അപ്പം നമ്മൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് 4 ഓർ മോർ ഹെഡ് കണ്ടുപിടിക്കണം. അപ്പം 4 ഹെഡ്, ഇപ്പം 4 ഹെഡ് കിട്ടാൻ, ദെൻ 5 ഹെഡ് കിട്ടുക, 6 ഹെഡ് കിട്ടാനുള്ള സാധ്യതകൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇത് 3ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് 4 ഹെഡ് ഓർ മോർ ഹെഡ് കിട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അതിൻ്റെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാണ്. പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് 4 ഓർ മോർ ഹെഡ്, ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് 4 ഹെഡ് നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. എത്രയാണ് നമുക്ക് കിട്ടിയത്? നമ്മൾക്ക് കണ്ടുപിടിച്ചത് 0.234 ആണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് 5 ഹെഡ് കിട്ടിയത് നമുക്ക് എത്രയാണ്? 0.094 ആണ്. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് 6
ഹെഡ് ഉണ്ട്. അത് നമുക്ക് എത്രയാണ് കിട്ടിയത്? 0.0156 ആണ് കിട്ടിയത്. അപ്പോൾ ഇത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.343 കിട്ടും. ഓക്കെ, ഇതാണ് എന്ത് 4 അതിൽ കൂടുതലോ ഹെഡ് കിട്ടാനുള്ള ചാൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ മീനിനെ നമ്മൾ മ്യൂ എന്നാണ് പറയുക. ഓക്കെ, മ്യൂ. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ സിഗ്മ എന്നും ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ട്രയൽസ് ആണ്. p എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ദ സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ. q എന്ന് പറഞ്ഞാൽ എന്താണ്? 1 - p ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എന്താണ് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? NP ആണ്. n × p ആണ് എന്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത്. അതേപോലെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് NPQ ആണ്. മീന് NPയുമാണ്. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഉണ്ട്, ഇഫ് ദ പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ബോൾട്ട് ഈസ് 0.1. ഒരു ബോൾട്ട് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.1 ആണെന്ന് വിചാരിക്കുക. ഫൈൻഡ് എ മീൻ ആൻഡ് നെക്സ്റ്റ് എന്താണ്? ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഡിഫക്റ്റീവ് ബോത്ത് ഇൻ ടോട്ടൽ ഓഫ് 900. 900ൽ നിന്നും ഡിഫക്റ്റീവ് ആവാനുള്ള എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മീൻ കണ്ടുപിടിക്കുക എന്നാണ് നമ്മളോട് ചോദിച്ചത്. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? n × p, അതായത് NP ആണ് മീൻ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പം n എന്താണ്? മൊത്തം ടോട്ടൽ എത്രയാണുള്ളത്? 900. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 900. p എന്ന് പറഞ്ഞാൽ എന്താണ്? സക്സസ് ആണ്. ഓക്കെ, സക്സസ് ആണ് p എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യത തന്നിട്ടുള്ളത് എത്രയാണ്? 0.1 ആണ്. അപ്പോൾ p ഒരു സിംഗിൾ ട്രയലിൽ സക്സസ് ആവാനുള്ള സാധ്യത 0.1 ആണ് വന്നിട്ടുള്ളത്. അപ്പം p = 0.1. ദെൻ q എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെയിലിയർ ആവാനുള്ള ചാൻസ്. ഫെയിലിയർ ആവുന്നത് എപ്പോഴും നമ്മൾ 1 - p ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫെയിലിയർ ചാൻസ് കിട്ടും. അപ്പം NP എത്രയാണ് വരിക? NP = മീൻ എത്രയാണ്? NP = n = 900 × p എത്രയാണ്? 0.1 = 90. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ = √NPQ ആണ്. അപ്പോൾ =√900 × p എത്രയാണ്? 0.1 × q 0.9 =√81. √81 = 9. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ മീന് 90യും അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 9ഉമാണ്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീന് കാണുന്നത് NP വെച്ചുകൊണ്ടും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നത് √NPQ ആണ്. ഇത് ഓർത്ത് വെക്കാം. ഓക്കെ, എല്ലാവരും ക്വസ്റ്റ്യന് നോട്ടിലോട്ട് എഴുതുക, എന്നിട്ട് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.